Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലേക്ക്. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവ സമൂഹം ഉത്ഥാന തിരുനാൾ അഥവാ ഈസ്റ്റർ ആഘോഷിച്ചു. ലോകപാപങ്ങൾ ചുമലിലേറ്റി ഗാഗുൽത്ത മലയിൽ കുരിശുമരണം വരിച്ച യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിലും മറ്റ് ശുശ്രൂഷകളിലും നൂറുകണക്കിന് വരുന്ന വിശ്വാസ സമൂഹം പങ്കുകൊണ്ടു. ജ്ഞാനസ്നാന നവീകരണവും പുത്തൻ ജലമാശീർവദിക്കലും വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്നു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയുടെയും തിരുകർമ്മങ്ങളുടെയും ഭാഗമായി പള്ളിക്കകത്ത് പ്രത്യേകം നിർമ്മിച്ച താൽക്കാലിക കല്ലറയിൽ നിന്നും ഉത്ഥിതനായി യേശുക്രിസ്തു എഴുന്നള്ളുന്ന തരത്തിൽ ക്രമീകരിച്ചിരുന്നു. രണ്ടര മണിക്കൂർ നീണ്ട ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കാർമ്മികത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അങ്ങനെ ക്രിസ്തു ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടത്തോടൊന്നിച്ച് ജീവനിലേക്ക് ഉദ്ധാനം ചെയ്യുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴണമെന്ന് ഈ പ്രാർത്ഥന കേട്ടരുളയമേ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം മതേതര കേരളത്തിന്റെ വിജയം തെളിയിക്കുന്നതായി മാറുമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. UDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി പടന്നയിൽ നടന്ന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മത സഹിഷ്ണുതയുടെയും രാഷ്ട്രീയം ഉദ്ഘോഷിക്കുന്ന ആ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന മഹാത്മജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം ധൈര്യപൂർവ്വം കടന്നു വന്നത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന കുടുംബയോഗത്തിൽ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PV മുഹമ്മദ് അസ്ലം അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സമദ് സമദാനി MP മുഖ്യപ്രഭാഷണം നടത്തി. രാജ്മോഹൻ ഉണിത്താൻ MP, സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, UDF പഞ്ചായത്ത് കൺവീനർ KV ജതീന്ദ്രൻ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PKC റൌഫ് ഹാജി, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് TKC മുഹമ്മദ് അലി ഹാജി തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ മണ്ഡലം മഹിളാ റോഡ് ഷോ പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി TI മധുസൂദനൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് TI മധുസൂദനനെ അഭിവാദിച്ചുള്ള നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പയ്യന്നൂർ മണ്ഡലം മഹിളാ റോഡ് ഷോ പെരുമ്പയിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. തുറന്ന ജീപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി TI മധുസൂദനൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. PK ശ്രീമതി ടീച്ചറും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു.
KP ജ്യോതി, PV വത്സല, KV ലളിത, P ശ്യാമള, VK നിഷ, ശോഭ എന്നിവർ നേതൃത്വം നൽകി. പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ച റോഡ് ഷോയെ പ്രശസ്ത സിനിമാ താരങ്ങളായ കുക്കു പരമേശ്വരൻ, സോഹൻ സിനുലാൽ, ഉണ്ണി ശിവപാൽ, മനോജ് ഖാന, അഭിറാം രാധാകൃഷ്ണൻ എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രമുഖ സ്വർണ്ണാഭരണ വിപണന ശൃംഖലയായ പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 22ാം വാർഷികത്തോടനുബന്ധിച്ച് പെരുമ്പയിലെ ഷോറൂം വിപുലീകരിച്ച് പുനരാരംഭിച്ചു. പയ്യന്നൂർ MLA TA മധുസൂദനൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ സ്വർണ്ണാഭരണ വിപണന ശൃംഖലയായ പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 22ാം വാർഷികത്തോടനുബന്ധിച്ച് പെരുമ്പയിലെ ഷോറൂം വിപുലീകരിച്ച് പുനരാരംഭിച്ചു. പയ്യന്നൂർ നിയോജക മണ്ഡലം MLA TA മധുസൂദനൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂമിലെ പുതിയ ഡയമണ്ട് കൗണ്ടറിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. മികച്ച ഗുണനിലവാരവും സേവനവും ഉറപ്പുവരുത്തുന്ന പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ലഭിച്ച ISO സർട്ടിഫിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ നന്ദകുമാറും വിശ്വനാഥനും ചടങ്ങിൽ കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാവൽ, പടവലം, തണ്ണിമത്തൻ തുടങ്ങി നിരവധി പച്ചക്കറികൾ കൃഷി ചെയ്ത് 100% വിളവ് നേടിയിരിക്കുകയാണ് ചെറുതാഴം നടക്കലിലെ TV കരുണാകരൻ. രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തീർത്തും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഇദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്നത്. ഇതാണ് ചെറുതാഴം നടക്കലിലെ കരുണാകരേട്ടന്റെ കൃഷിയിടം. പാവലും പടവലങ്ങയും ഉൾപ്പെടെ നിരവധി പച്ചക്കറികൾ സമൃദ്ധമായി വിളഞ്ഞു കിടക്കുകയാണ് ഇവിടെ. 100% ജൈവ രീതിയിലാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കർഷകൻ കരുണാകരേട്ടൻ. ഏട്ടാ, എങ്ങനെയാണ്, എത്ര വർഷമായി ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്? ഞാൻ ഒരു 5-6 വർഷമായി ഇതിങ്ങനെ തുടങ്ങിയിരിക്കണം. ഇത് 40 സെൻറ്റ് ആണ് ചെയ്യുന്നത്. ഈ വർഷം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ വർഷം കുറച്ച് താമസം പിടിച്ചു പോയി. ഡിസംബറിൽ മഴ പെയ്തുകൊണ്ട് കണ്ടോണി കിട്ടിയിട്ടില്ല. അപ്പോൾ ജനുവരിയിൽ ഇത് വിത്തെല്ലാം ഇപ്പം ഇങ്ങനെ ആയി വരുന്നതാണ്. കാലം താമസിച്ചു പോയി, ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ പടവലങ്ങയും പാവയ്ക്കും ഒഴികെ ബാക്കി എന്തൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്? പടവലം, പാവൽ, വെള്ളരി പോയി, പയർ, മത്തൻ, കുമ്പളം, പിന്നെ വത്തയും കുറേ ചതിച്ചു. വെയിലിൻ്റെ ചൂട് വെച്ചാൽ അവിടെ തന്നെ ഇത് വയ്ക്കും. ചൂടായിരിങ്ങനെ ഇത് വയ്ക്കുന്നു, ഒരു രക്ഷയില്ല. അത് ഈ കാലാവസ്ഥ പ്രതികൂലമായത് കൃഷിനെ ബാധിച്ചിരുന്നില്ലേ? കാലാവസ്ഥ എന്ന് വെച്ചാൽ ഈ ചൂട് നമ്മളെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതിലിപ്പം മത്തനെ ബാധിക്കുന്നില്ല. മത്തനെല്ലാം തരണം ചെയ്യുന്നുണ്ട്, പയർ തരണം ചെയ്യുന്നുണ്ട്, പിന്നെ കയ്പ തരണം ചെയ്യുന്നുണ്ട്, പിന്നെ കൊടവലി എന്ന് പറഞ്ഞാൽ നരമ്പെന്ന് പറയുന്നു, അതും തരണം ചെയ്യുന്നുണ്ട്. ഇതിൽ ലേശം പേരോട്ടാണ് ഇത് പടവലം. ഇത് വെള്ളരിലേക്ക് പോയത്. ഈ ഇടനിലക്കാരെ വെച്ചുള്ള കച്ചവടം നഷ്ടത്തിലേക്കല്ലേ പോകുന്നത്? ഇതടുത്തുള്ളത് നമുക്ക് അവർ ഒരു മാന്യമാൻ്റെ റേറ്റ് കിട്ടും. 40 രൂപ ഇപ്പം തരുന്നുണ്ട് അവർ കച്ചവടക്കാർ. 45 തന്നിന്, ഇപ്പോൾ ഒരു 40 തരുന്നുണ്ട്. 45 നല്ല പൈസയാണ് ഒരു കിലോന്. കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കണം. നാളെയൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. ഞായറാഴ്ച ആകുമ്പോൾ കച്ചവടം ലേശം കുറയും. തിങ്കളാഴ്ച കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. എങ്ങനെ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത് എങ്ങനെയാണ്? കൃഷിയിൽ വെച്ചാൽ ഞാൻ ആദ്യം ഒന്ന് നോക്കി ഇങ്ങനെ നടക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് നോക്കുമ്പോൾ മോശമല്ലാണ്ട് കിട്ടുന്നുണ്ട്. കൈപ്പൊക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പറിക്കലെന്ന് വെച്ചാൽ 35 കിലോ പറിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. 35 കിലോ എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്താരും പറിക്കുന്നുണ്ടാവില്ല. എന്തായാലും ജൈവ പച്ചക്കറി കൃഷി അന്യം നിന്ന് പോകുന്ന ഈ കാലത്തും കരുണാകരേട്ടൻ ഒരു മാതൃക തന്നെയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.
പയ്യന്നൂരിന്റെ നീതിന്യായ സംവിധാനങ്ങളിൽ 6 പതിറ്റാണ്ട് കാലത്തെ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് CV രാമകൃഷ്ണന്റെ വിയോഗത്തിന് 2 വർഷം പൂർത്തിയാവുന്ന വേളയിൽ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനവും അനുസ്മരണ സമ്മേളനവും പയ്യന്നൂർ BMLP സ്കൂളിൽ വെച്ച് നടന്നു. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിന്റെ നീതിന്യായ സംവിധാനങ്ങളിൽ 6 പതിറ്റാണ്ട് കാലത്തെ സാന്നിധ്യമായിരുന്ന അഡ്വക്കേറ്റ് CV രാമകൃഷ്ണന്റെ വിയോഗത്തിന് 2 വർഷം പൂർത്തിയാവുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താനും പുതിയ തലമുറയ്ക്ക് അനുഭവയോഗ്യമാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനവും അനുസ്മരണ സമ്മേളനവും പയ്യന്നൂർ BMLP സ്കൂളിൽ വെച്ച് നടന്നു. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. പയ്യന്നൂരുകാർ മനസ്സിലെത്തിയ ഒരു മഹത് വ്യക്തിത്വത്തിന്റെ സ്മരണയിൽ പങ്കുചേരാനും അദ്ദേഹത്തിനെ ഓർക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്യാനും അവസരം കിട്ടുന്നത് ഒരു നല്ല കാര്യമല്ലേ എന്ന രണ്ടാമതൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അതിനപ്പുറം എൻ്റെ മനസ്സിലേക്ക് മൂന്നാമതൊരു ചിന്ത കൂടി കടന്നു വന്നു. അത് മറ്റൊന്നുമല്ല, ഈ പയ്യന്നൂർ എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഒരല്പം നൊസ്റ്റാൾജിയ എപ്പോഴും നൽകാറുള്ള ഒരു പ്രദേശമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് ജീവിത വിജയം നേടിയ അഡ്വക്കേറ്റ് CV രാമകൃഷ്ണൻ പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A. ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. നിയമവും നീതിയും കാലാതിവർത്തിയാകുന്നത് അതിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ്. നിയമങ്ങളും നിയമജ്ഞരും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് K. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ഏച്ചിക്കാനം പുസ്തകം ഏറ്റുവാങ്ങി. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജ് C. സുരേഷ് കുമാർ അനുസ്മരണ ഭാഷണം നടത്തി. പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. K. രവീന്ദ്രൻ, അഡ്വക്കേറ്റ് K. ബ്രിജേഷ് കുമാർ, അഡ്വക്കേറ്റ് S. ഗൗരി അന്തർജനം, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് PV മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. എഡിറ്റർ AV സന്തോഷ് കുമാർ പുസ്തകാനുഭവം അവതരിപ്പിച്ചു. പുസ്തകത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ച മധു ഒറിജിനും ഇലസ്ട്രേഷൻ നടത്തിയ പ്രകാശൻ പുത്തൂരിനും ഉപഹാരങ്ങൾ നൽകി. പ്രശസ്ത ഡോട്ട് ചിത്രകാരൻ സുരേഷ് അന്നൂർ വരച്ച അഡ്വക്കേറ്റ് CV രാമകൃഷ്ണന്റെ ഡോട്ട് കാരിക്കേച്ചർ കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. U. രാജേഷ് സ്വാഗതവും CV വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നിത്യേന നുണകൾ പടച്ചുവിടുകയാണെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജു കൃഷ്ണൻ ആരോപിച്ചു. LDF പടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി എടച്ചാക്കയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സമാനതകളില്ലാതെ കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതാകും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്നും തുടർച്ചയായി 3ാം LDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും വിജു കൃഷ്ണ പറഞ്ഞു. ഈ കേരളത്തിലെ ജനത 3ാമതും LDFനെ വിജയിപ്പിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏകദേശം 11 ജില്ലകളിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഈ പ്രചരണത്തിനായി കഴിഞ്ഞ 23 മുതൽ യാത്രയിലാണ്. അപ്പോൾ ഓരോ ജില്ലയിലും ലഭിക്കുന്ന ഒരു പ്രതികരണം സാധാരണക്കാരുടെ, നമ്മുടെ നാട്ടുകാരുടെ, അത് വളരെ വ്യക്തമാണ്. CPI തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി MP ബിജീഷ് അധ്യക്ഷത വഹിച്ചു. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA, INL സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ്, CPI ജില്ലാ കൗൺസിൽ അംഗം രവീന്ദ്രൻ മാണിയാട്ട്, P. ജനാർദ്ദനൻ, PP മുഹമ്മദ് റാഫി, PC സുബൈദ, TP കുഞ്ഞബ്ദുള്ള, VK ഹനീഫ ഹാജി, MKC അബ്ദുൾ റഹ്മാൻ, MV കോമൻ നമ്പ്യാർ, PP നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി പുതിയ പാലം നിർമ്മാണത്തിന് കോട്ടിംഗ് കമ്പി ഉപയോഗിക്കാത്തതിൽ ആശങ്ക. നിർമ്മാണ പ്രവൃത്തി വൈകുന്നതായും ആക്ഷേപം. പഴയങ്ങാടി പാലത്തിന് സമീപം നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ കോട്ടിംഗ് കമ്പി ഉപയോഗിക്കാത്തത് ആശങ്ക ഉയർത്തുന്നു. ഇപ്പോൾ വലിയ പാലങ്ങളുടെ നിർമ്മാണങ്ങൾക്കെല്ലാം പച്ച പെയിന്റ് അടിച്ച കോട്ടിംഗ് കമ്പിയാണ് ഉപയോഗിക്കുന്നത്. ഉപ്പുകാറ്റിനെയും തുരുമ്പിനെയും പ്രതിരോധിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് കോട്ടിംഗ് കമ്പി ഉപയോഗിക്കുന്നത്.
കോൺക്രീറ്റിന് മുൻപായി കെട്ടുകമ്പി ഉപയോഗിച്ച് കമ്പികളെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ വെൽഡിംഗ് ആണ് ചെയ്യുന്നത്. സാധാരണ കമ്പിയിൽ വെൽഡ് ചെയ്താൽ കാലക്രമേണ ഉപ്പുകാറ്റടിക്കുന്നത് കാരണം വെൽഡ് ചെയ്ത ഭാഗത്ത് വായുസഞ്ചാരമുണ്ടാകുമ്പോൾ ഈ ഭാഗത്ത് ക്രമേണ തുരുമ്പ് രൂപപ്പെടും. ഇത് കമ്പിയുടെ ബലക്ഷയത്തിന് വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ എസ്റ്റിമേറ്റിൽ സാധാരണ കമ്പിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കരാറുകാർ പറയുന്നു. 2023 ജൂലൈ 17 മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 സ്പാനുകളിലായി 246.15 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിക്കേണ്ടത്. ജലഗതാഗത സൗകര്യത്തിനായി 55.05 മീറ്റർ നീളത്തിൽ സെന്റർ സ്പാൻ, 11 മീറ്റർ വീതി, ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാത എന്നിവയും ഉണ്ടാകും. പാലം പണി പൂർത്തീകരിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. കടലിനോടടുത്തു കിടക്കുന്ന പ്രദേശം കൂടിയാണ് പഴയങ്ങാടി. നേരത്തെ നിർമ്മിച്ച താവം മേൽപ്പാലം കമ്പികൾ തുരുമ്പെടുത്ത് 3 തവണ അറ്റകുറ്റപ്പണി നടത്തേണ്ടിയിരുന്നു. പഴയങ്ങാടി പാലം നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം വിജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുകുന്ന് കോവപ്പുറത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ജനാധിപത്യ മഹിളാ അസോസിയേഷനും തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് കല്യാശ്ശേരിയുടെ മണ്ണിൽ വികസനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്ന ഇടതുപക്ഷത്തിനാവട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സാരഥി സഖാവ് എം വിജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയും ജനാധിപത്യ പ്രിയമുള്ളവരെ LDF കല്യാശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സഖാവ് എം വിജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെറുകുന്ന് കോവപ്പുറത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുകുന്ന് പള്ളിച്ചാലിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് കോവപ്പുറം ടൗണിൽ സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം CPIM പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം TK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭരണാധികാരത്തിലേക്ക് കടന്നു വരുമെന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന അനുഭവങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ എതിർക്കുന്ന ചാനലുകൾ ഉൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് കേരളത്തിനകത്ത് സാധ്യത എന്ന് അവരുടെ നിരവധിയായിട്ടുള്ള സർവേകളിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. TT ബാലകൃഷ്ണൻ, TT സായൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഹീൽ XA കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ കുഞ്ഞിമംഗലം ആണ്ടാംകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചു. മുതിർന്ന കുടുംബാംഗം പൂന്തുരുത്തി സരോജിനിയമ്മ ഭദ്രദീപം തെളിയിച്ചു. ഹീൽ XA കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ കുഞ്ഞിമംഗലം ആണ്ടാംകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചു. മുതിർന്ന കുടുംബാംഗം പൂന്തുരുത്തി സരോജിനിയമ്മ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. നൂതന ചികിത്സാ സൗകര്യങ്ങളോടും പരിചയസമ്പന്നരായ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനവും ലഭ്യമാണ്. ഹോം കെയർ സേവനവും ലഭ്യമാണ്. ഞാൻ ഡോക്ടർ രചന രവീന്ദ്രൻ, ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് ആണ്ടാംകോവിൽ 5th സൺഡേ 10 മണിക്ക് ഹീലക്സ് എന്നൊരു ആർട്ട് ഓഫ് ഹീലിംഗ് എന്നൊരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സർവീസസ് എന്ന് വെച്ചാൽ ഓൾ ഫിസിയോതെറാപ്പി കേസസ്, പെയിൻ മാനേജ്മെൻറ്റ്, ജീരിയാട്രിക് കണ്ടീഷൻസ്, പ്രായമുള്ള ആൾക്കാർക്കുള്ളത്, പീഡിയാട്രിക് കണ്ടീഷൻസ് ഉണ്ട്, എല്ലാ സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ട്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഫിസിയോതെറാപ്പി ആധുനിക എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ വി പ്രൊവൈഡ് ഹോം കെയർ ഫെസിലിറ്റി. അപ്പം എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു. സ്പോർട്സ് ഇഞ്ചുറീസ്, പെയിൻ മാനേജ്മെൻറ്റ്, ജെറിയാട്രിക് കെയർ, വിമൻസ് ഹെൽത്ത്, ന്യൂറോളജി, സ്പൈൻ രോഗങ്ങൾ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി സ്പെഷ്യലൈസ്ഡ് റിഹാബിലിറ്റേഷൻ സെന്റർ സൗകര്യങ്ങളും ഹീലക്സിൽ ഒരുക്കിയിട്ടുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്ക് 6235201755 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കല്യാശ്ശേരിയിലെ ഇടതുകോട്ട തകർക്കുമെന്ന് UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി. ഇത്തവണ മണ്ഡലത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടി വെങ്ങരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പര്യടന ജാഥയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി, ഇരുണ്ടുപോയ വർഷങ്ങൾ നമുക്ക് മറക്കാം, ഇരുട്ടിലേക്ക് തള്ളിവിട്ടവരെ നമുക്ക് വലിച്ചെറിയാം, ഇനിയുള്ള കാലം പ്രകാശ വേഗത്തിൽ നമുക്ക് കുതിക്കാം. കല്യാശ്ശേരിയിൽ ഉൾപ്പെടെ വർഷങ്ങളായി ജനങ്ങളുടെ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി ആധിപത്യം സ്ഥാപിക്കുകയാണ് CPM ചെയ്യുന്നതെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കല്യാശ്ശേരിയിൽ പല പദ്ധതികളും പാതിവഴിയിൽ നിലച്ച അവസ്ഥയാണെന്നും ഇതിന് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി നൽകുമെന്നും രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. കല്യാശ്ശേരിയിൽ കഴിഞ്ഞ കുറെ കാലമായി CPM എന്ന പാർട്ടി ജനങ്ങളുടെ മുകളിൽ അധീശത്വം നടപ്പാക്കി അവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഭയത്തിന്റെ നിഴലിലാക്കി അധികാരത്തിലേറുകയും ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നൊരവസ്ഥയാണ്. പിലാത്തറയിൽ നിന്ന് ആരംഭിച്ച ജാഥാ പര്യടനത്തിന് കല്യാശ്ശേരി മണ്ഡലത്തിലെ കുളപ്പുറം ഈസ്റ്റ്, കാവുംചാൽ, നരീക്കാംവള്ളി, ഏഴിലോട്, മണ്ടൂർ, വെങ്ങര, മുട്ടം തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പിലാത്തറയിൽ DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത പരിപാടി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പുതിയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂരിൽ വർണ്ണവിസ്മയം തീർക്കാൻ പയ്യന്നൂർ ഫയർവർക്സ് ഒരുങ്ങി. ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. വിഷുവിനെ വരവേൽക്കാൻ പയ്യന്നൂർ ഒരുങ്ങുന്നു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള പടക്കങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാസ് ഫയർവർക്സിന്റെ ആദ്യ ശാഖയായ പയ്യന്നൂർ ഫയർവർക്സ് പ്രവർത്തനം ആരംഭിച്ചു. വിഷു വിപണി ലക്ഷ്യമിട്ട് ആകർഷകമായ പടക്കശേഖരവുമായി പയ്യന്നൂർ ഫയർവർക്സ് ജനങ്ങളിലേക്ക്. മാസ് ഫയർവർക്സിന്റെ കീഴിലുള്ള ഈ ആദ്യ സംരംഭത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. വാർഡ് കൗൺസിലർ AK ശ്രീജ ആദ്യ വിൽപ്പന നടത്തി. ഗുണമേന്മയുള്ളതും സുരക്ഷിതവുമായ പടക്കങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ പ്രധാന ആകർഷണം. വിഷു നമുക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ, അത് തന്നെ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും അതാണ് പോളിസി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. പയ്യന്നൂർ ജ്യോതി സദനം റോഡിൽ ഗാന്ധി പാർക്കിന് പിന്നിലായിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിലും ജനങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബദൽ രാഷ്ട്രീയത്തിന് കരുത്തുപകരുക എന്ന മുദ്രാവാക്യവുമായാണ് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൾ ജബ്ബാർ കല്യാശ്ശേരിയിൽ മത്സരിക്കുന്നത്. കല്യാശ്ശേരിയിൽ വികസന മുരടിപ്പാണെന്നും BJP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം ഒറ്റപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയായി KK അബ്ദുൾ ജബ്ബാർ മത്സര രംഗത്ത് സജീവമാണ്. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ആണ് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാടായി, മാട്ടൂൽ, ചെറുകുന്ന്, ഏഴോം പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ റോഡ് ഷോ നടന്നത്. കല്യാശ്ശേരിയിലെ വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും ഉദാഹരണങ്ങളാണ് പഴയങ്ങാടി, പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങൾ. പാപ്പിനിശ്ശേരി മേൽപ്പാലം അടച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വികസന രംഗത്ത് കല്യാശ്ശേരി ഏറെ പിന്നിലാണെന്നും SDPI സ്ഥാനാർത്ഥി KK അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. രാഷ്ട്രീയത്തിന് കരുത്തു പകരുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണ നമ്മൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കല്യാശ്ശേരിയിലെ ജനങ്ങളോട് ബദൽ രാഷ്ട്രീയത്തിന് വോട്ട് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ കല്യാശ്ശേരിയുടെ സമ്പൂർണ്ണമായ സമഗ്രമായ വികസനവും മുമ്പോട്ട് വെച്ചാണ് ഞങ്ങൾ കല്യാശ്ശേരിയിലെ വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കല്യാശ്ശേരിയിലെ വോട്ടർമാർ ഇത്തവണ SDPI ഏറ്റവും കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി ഇവിടെ മാറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
ബഷീർ കണ്ണാടിപ്പറമ്പ്, സുബൈർ മടക്കര, AP നൂറുദ്ദീൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടന രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കണ്ടോത്ത് കിഴക്കേക്കോവിൽ ശ്രീ കോളാഞ്ഞി ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. അവസാന ദിവസമായ ഏപ്രിൽ 5-ന് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഏപ്രിൽ 4-5 ദിവസങ്ങളിലായി നടന്ന കണ്ടോത്ത് കിഴക്കേക്കോവൽ ശ്രീ കോളാഞ്ഞി ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഏപ്രിൽ 4 ശനിയാഴ്ച രാത്രി 8 മണിക്ക് ശ്രീ കാരണത്തറ ദൈവം, 8:30 ശ്രീ ധർമ്മദൈവം, 9:30 ശ്രീ കരിമ്പാലൻ തമ്പുരാട്ടി, 11:30 ശ്രീ ചോരക്കളത്തിൽ പൊടിച്ച ഗുരുനാഥൻ തുടങ്ങിയ തെയ്യക്കോലങ്ങളും, ഏപ്രിൽ 5 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ശ്രീ കാലിച്ചാൻ ദൈവം, ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും, ഉച്ചയ്ക്ക് 2 മണിക്ക് ശ്രീ കോളാഞ്ഞി ഭഗവതിയുടെ തിരുമുടി നിവരുകയും ചെയ്തു. വൈകുന്നേരം 4:30 ദൈവങ്ങളുടെ കൂടിപ്പിരിയലോടുകൂടി ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഏപ്രിൽ 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ ഭഗവതി പ്രസാദമായ അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.